നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പ്രസ്താവത്തിന്റെ പകർപ്പിന്റെ വിശദാംശങ്ങൾ ഓരോന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ. ഓരോ ദിവസവും ആ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നമ്മളിങ്ങനെ അറിഞ്ഞും മനസ്സിലാക്കിയും വരുന്നത്. 1711 പേജുള്ള വിധി പ്രസ്താവമാണ്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നുള്ള വിവരങ്ങളും വാർത്തകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം വന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിജീവിതയ്ക്ക് നീതിക്ക് വേണ്ടിയല്ല, 8ാം പ്രതിയെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടിയാണോ അവിടെ വാദം നടന്നത് എന്ന വലിയ സംശയം ഉടലെടുക്കും. കോടതി ആരുടെ വാക്കുകളാണ് വിശ്വസിച്ചത്, ആരുടെ വാക്കുകളാണ് കോടതി മുഖവിലക്കെടുത്തത് എന്നതിൽ നമുക്ക് സംശയം തോന്നിപ്പോകും. ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണോ ഓരോ സാക്ഷികളെയും കോടതി കണ്ടതെന്ന് തോന്നിപ്പോകും. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വാചകങ്ങളായി നമുക്ക് മുന്നിൽ ആ കോടതി മുറിക്കുള്ളിൽ നടന്നതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു മഞ്ജു വാര്യർ, ദിലീപിന്റെ മുൻ ഭാര്യ. ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യറാണ്. അത് ഈ സംഭവം നടന്ന ഫെബ്രുവരി 17 ശേഷം 2 ദിവസത്തിന് ശേഷം എറണാകുളത്ത് ദർബാർ ഹാളിൽ നടന്ന യോഗത്തിലാണ് മഞ്ജു വാര്യർ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അതിന് പിന്നാലെയുള്ള അന്വേഷണങ്ങൾ ശക്തമാകുന്നത്. ഈ കേസിൽ ഒരു ഘട്ടത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും മുനയിൽ നിർത്താൻ മഞ്ജു വാര്യർ ശ്രമിച്ചിട്ടില്ല. തന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ പൊതുസമൂഹത്തോട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല മഞ്ജു വാര്യർ. ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ആരെയും ചൂണ്ടി സംസാരിച്ചിട്ടില്ല. ആ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു വരണം എന്ന് മാത്രമാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. അതിനുശേഷം തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട് ആ സാക്ഷി മൊഴി നൽകുകയാണ് മഞ്ജു വാര്യർ ചെയ്തിട്ടുള്ളത്. അതിൽ കോടതിയോട് മഞ്ജു വാര്യർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നതാണ് പുറത്തു വരുന്നത്. അതിൽ കോടതി മഞ്ജുവിനെ കേട്ടില്ല എന്നതാണ് നമുക്ക് ഈ വിധി പ്രസ്താവം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പല സംശയങ്ങളും കോടതി ഉന്നയിക്കുകയാണ്. മഞ്ജു വാര്യർ ഇതിന് പിന്നിൽ ഈ നടിയോട് ദിലീപിന് വ്യക്തിവൈരാഗ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ്. അവരുടെ മൊഴി അത്രമേൽ പ്രധാനമാണ്. അവർ അത് പറഞ്ഞതിനെ കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. മാത്രവുമല്ല, പല സംശയങ്ങളും ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മൊഴിയിലെ നിർണായക വിവരങ്ങൾ പുറത്തുവരുമ്പോൾ കാവ്യയുമായി ദിലീപിനുള്ള ബന്ധം നടിയിൽ നിന്നും മഞ്ജു വാര്യർ അറിയാനിടയായ സാഹചര്യം മനസ്സിലാക്കിയ ദിലീപ് അവരോട് പക സൂക്ഷിച്ചിരുന്നു എന്നായിരുന്നു മഞ്ജുവിന്റെ പക്ഷം. പ്രോസിക്യൂഷന്റെ കേസും അതുപോലെ തന്നെയാണ്. ദിലീപും കാവ്യയുമായുള്ള ബന്ധം നടി മഞ്ജു വാര്യരെ അറിയിച്ചു. അതാണ് വിവാഹ ബന്ധം വേർപിരിയുന്നതിലേക്ക് നയിച്ചത്. ആ പക ദിലീപിനുണ്ടായിരുന്നു. അത് ഈ കൊട്ടേഷൻ ബലാത്സംഗത്തിലേക്ക് നയിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സാക്ഷിയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യറിന് അറിയാവുന്ന കാര്യങ്ങൾ അതായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനാവാദം ആദ്യമായി മഞ്ജു മുന്നോട്ട് വെച്ചത് മഞ്ജു വാര്യർ ആയിരുന്നു. ദിലീപുമായുള്ള വിവാഹ ബന്ധം വേർപെടുത്താനുണ്ടായ സാഹചര്യത്തിന് കാരണമായി വർത്തിച്ചത് ഈ ആക്രമിക്കപ്പെട്ട നടിയെന്ന് ദിലീപിന് മനസ്സിലായി എന്നും നടിയോട് നടന് വൈരാഗ്യമുണ്ടായി എന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായപ്പോൾ മഞ്ജു വാര്യർ വരും. മഞ്ജു വാര്യരുടെ മൊഴിയാണ് ഏറ്റവും ആധികാരികമായി പ്രോസിക്യൂഷൻ എടുത്തു പറഞ്ഞത്. 1998 ഒക്ടോബർ മാസത്തിലായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം നടക്കുന്നത്. 2015 മ്യൂച്വൽ പെറ്റീഷനിലെത്തിച്ച് വിവാഹമോചനം നടത്തി. അപ്പോൾ ആദ്യം കേസ് കൊടുക്കുന്നത് ദിലീപാണെങ്കിലും മ്യൂച്വലായി അത്
ഒത്തുതീർപ്പിലൂടെ വിവാഹമോചനത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തിയത് മഞ്ജു വാര്യറാണ്. വിവാഹമോചനത്തിന് ആദ്യ ഹർജി നൽകിയത് ദിലീപാണെങ്കിലും ആ കേസിന്റെ നടത്തിപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാനാകാം ഒരു പക്ഷേ അത് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തിക്കാൻ മഞ്ജു വാര്യർ മുൻകൈയെടുത്തത്. ദിലീപിന് കാവ്യയുമായുള്ള ബന്ധം തെളിയിക്കുന്ന ചില പോയിന്റുകൾ ഉൾപ്പെടുത്തി അത് കോടതിയിൽ തെളിയിക്കാൻ മഞ്ജുവിന് കഴിയുമോ എന്ന സംശയമാണ് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തിച്ചത് എന്നതാണ് ഈ സംഭവത്തെ ദിലീപിന്റെ അഭിഭാഷകൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അവതരിപ്പിച്ചത്. അതായത് ദിലീപിന് കാവ്യയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാനാകുമായിരുന്നുവെങ്കിൽ മഞ്ജു വാര്യർ ഈ മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോകേണ്ടുന്ന സാഹചര്യമില്ലല്ലോ എന്ന ലോജിക്കാണ് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം വിവാഹമോചന കേസുകൾ എത്ര നാളെടുത്താണ് തീർപ്പാകുന്നത് എന്നത്. മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് അല്ലാതെ എത്തുന്ന കേസുകൾ എത്ര വർഷം കോടതികൾ കയറിയിറങ്ങി നിയമയുദ്ധം നടത്തേണ്ടി വരും എന്ന സാഹചര്യവും നമുക്കറിയാം. ദിലീപിനെയും മഞ്ജു വാര്യരെയും പോലെ രണ്ട് പ്രമുഖ മലയാള സിനിമയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അങ്ങനെ കോടതി കയറിയിറങ്ങി നിയമ പോരാട്ടത്തിലൂടെ വിവാഹബന്ധം വേർപെടുത്തുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. മാധ്യമങ്ങൾ എങ്ങനെയാകും അത് ആഘോഷിക്കുക? വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഇത്രയും വർഷക്കാലം മഞ്ജുവിന് സ്വന്തം കരിയർ നഷ്ടപ്പെട്ടു. സ്വന്തം താലിമാല പോലും ആ വീട്ടിൽ വെച്ചിട്ടാണ് മഞ്ജു വാര്യർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആ മഞ്ജു വാര്യർ വീണ്ടും നിയമ പോരാട്ടങ്ങളുമായി കാത്തിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാകും ഒരുപക്ഷെ മ്യൂച്വലായി ആ ബന്ധം അവസാനിപ്പിക്കുന്നതിന് അന്ന് തയ്യാറായിട്ടുണ്ടാവുക. ആ ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ദിലീപ് കാവ്യയുമായുള്ള വിവാഹം രണ്ടാമത് നടത്തുന്നത്. അതിനുശേഷമാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്. നോക്കൂ, അപ്പോൾ എത്രയോ മുൻപാണ് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ പോയത്. ഒരു പുരുഷന് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം അറിഞ്ഞു. ആ വിവാഹത്തിൽ നിന്ന് ആ അന്ന് ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ ഇറങ്ങി വരുമ്പോൾ അതിനെ കോടതികളിൽ അത്തരം വ്യവഹാരങ്ങളിലേക്ക് നയിക്കാതെ ഇറങ്ങിപ്പോവുക എന്നതാണ് അവർ അന്ന് സ്വീകരിച്ച നിലപാട് എന്നത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ പിന്നീട് തൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയായ ഒരു നടിക്ക് ഏറ്റവും മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചു എന്നതാണ് ആ സ്ത്രീ ചെയ്തിരിക്കുന്നത്. തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും കോടതി മുറികൾക്കുള്ളിൽ വ്യവഹാരത്തിന് വിട്ടുകൊടുക്കാത്ത കാര്യങ്ങൾ ആ ഘട്ടത്തിൽ തൻ്റെ സുഹൃത്തിന് നീതി കിട്ടാൻ വേണ്ടി മഞ്ജു വാര്യർ എന്ന സ്ത്രീ തുറന്നു പറഞ്ഞു എന്നതാണ് നമ്മൾ അവിടെ കാണേണ്ടത്. പക്ഷേ അത് പറയുമ്പോൾ വിവാഹമോചന കേസിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് നയിക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചു എന്നത് കാട്ടി മഞ്ജുവിന്റെ വാദങ്ങളെ പൊളിക്കാനാണ് ദിലീപിന്റെ ബുദ്ധിമാനായ അഭിഭാഷകൻ ശ്രമിച്ചത്. ആ ശ്രമത്തിനൊപ്പം കോടതി നിൽക്കുകയും മഞ്ജു വാര്യറിന്റെ വാദങ്ങളെ കോടതി അവിശ്വസിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ കാണേണ്ടത്. കാവ്യയുമായി ദിലീപിനുള്ള ബന്ധം തെളിയിക്കാനാകുമായിരുന്നുവെങ്കിൽ അന്ന് കോടതിയിൽ അത് തെളിയിക്കുമായിരുന്നില്ലേ? മഞ്ജു തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എന്തിന് അത് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. നോക്കൂ, ഒരു വനിതാ ജഡ്ജിയാണ് ഈ കേസ് കേട്ടത്. ആ വലിയ ക്രൂരമായ ബലാത്സംഗത്തിനിരയായ ഒരു നടി പറഞ്ഞ കാര്യങ്ങൾ മുന്നിലുണ്ട്. അതിനൊപ്പം തന്നെ വിവാഹബന്ധത്തിൽ വലിയ തിരിച്ചടി നേരിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്ന സ്ത്രീ അവർ കേട്ടതും മനസ്സിലാക്കിയതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ പറഞ്ഞത് അവിടെയുണ്ട്. പക്ഷേ ഈ രണ്ട് സ്ത്രീകളും പറഞ്ഞത് ആ വനിതാ ജഡ്ജിയുടെ കാതുകളിൽ പതിച്ചിട്ടില്ല. അപ്പോൾ പറയും കോടതിക്ക് മുന്നിൽ തെളിവുകളല്ലേ പ്രധാനം എന്നതൊക്കെ ചോദിക്കാം. പക്ഷേ എങ്ങനെയാണ് രണ്ടുപേർ തമ്മിലുള്ള വിവാഹ ബന്ധം അവസാനിപ്പിച്ച രീതിയിലെ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുള്ളതാകുന്നത്? ആ ഡിവോഴ്സ് കേസിന്റെ സമയത്ത് ഭാവിയിൽ ഏതെങ്കിലും നടിയെ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനെ ഈ രീതിയിൽ നടു റോഡിൽ പിച്ചി ചീന്തും എന്ന് പറഞ്ഞ് അവർക്ക് നിലപാടെടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ സാമാന്യമായ ആർക്കും തോന്നുന്ന സംശയങ്ങൾ ഈ വിധി പ്രസ്താവത്തിൽ ഇങ്ങനെ പലയിടങ്ങളിലായി കാണാം. ഈ ബന്ധം മഞ്ജു വാര്യർ അറിയുന്നത് ദിലീപ് കാവ്യയുമായൊരു ഷൂട്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോകുമ്പോൾ ആ ഫോണിൽ നിന്ന്
മെസ്സേജുകൾ, കാവ്യയ്ക്ക് അയച്ച മെസ്സേജുകൾ കണ്ടിട്ടാണ് മഞ്ജു വാര്യർ ഈ ബന്ധത്തെക്കുറിച്ച് സംശയിക്കുന്നത്. അത് പലരോടായി അന്വേഷിക്കുന്നു, പല സുഹൃത്തുക്കളെയും കാണുന്നു, കാവ്യമാധവന്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നു. അന്ന് കാവ്യ മഞ്ജു വാര്യരുടെ ഫ്രണ്ടാണ്. അങ്ങനെ കാവ്യമാധവന്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നു. അവർ ഈ സംശയം ബലപ്പെടുത്തുന്ന തരത്തിൽ അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ട് എന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം പല സുഹൃത്തുക്കളെയും നേരിൽ കാണുന്നുണ്ട്. റിമിക്കും മറ്റും ഇതിനെക്കുറിച്ച്, റിമിക്കും ആക്രമിക്കപ്പെട്ട നടിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്ന് കാവ്യയുടെ അമ്മ പറയുന്നു. അതുപ്രകാരം അവരെ കാണുന്നു. അങ്ങനെയാണ് ഇതിലെ ഒന്നാം സാക്ഷിയായ നടിയിലേക്ക് മഞ്ജു വാര്യർ എത്തുന്നത്. നടി വളരെ വൈകാരികമായി ഇതിനോട് പ്രതികരിക്കുന്നു. ചില കാര്യങ്ങൾ അറിയാം, പക്ഷേ അത് തുറന്നു പറയാൻ പറ്റില്ല എന്ന ഒരു നിലപാടെടുക്കുന്നു. പക്ഷേ നടിയുടെ അച്ഛൻ അറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യരോട് പറയൂ എന്ന് നടിയെ നിർബന്ധിക്കുന്നു. അങ്ങനെയാണ് മഞ്ജു വാര്യർ ഈ കാര്യങ്ങൾ അറിയുന്നത്. തിരിച്ച് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിന്റെ സഹോദരനെയും മറ്റുമൊക്കെ വിളിച്ചു വരുത്തുന്നു, ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത്. ഇത് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ നടി ഒരു പൊട്ടിപ്പെണ്ണാണ്, അതൊന്നും കാര്യമാക്കേണ്ട എന്ന ഒരു നിലപാടാണ് ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. പിന്നീടാണ് ഈ വീട്ടിൽ നിന്ന് താലി ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മഞ്ജു വാര്യർ ഇറങ്ങിപ്പോകുന്നത്. അതിൽ പ്രോസിക്യൂഷനോട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു പറഞ്ഞ കാര്യങ്ങളിലും ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട് എന്ന ഒരു കാര്യം കൂടി മഞ്ജു വാര്യരെ അവിശ്വസിക്കാൻ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് മൊഴി നൽകിയപ്പോൾ പറഞ്ഞ പല കാര്യങ്ങൾ, അത് മാധവനുമായുള്ള ബന്ധം അറിഞ്ഞതിന് ശേഷം സംസാരിച്ച പലരുമായിട്ടുള്ള കാര്യങ്ങൾ, നടിയുടെ അച്ഛൻ നിർബന്ധിച്ചു, അങ്ങനെ ആ നടി അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ കോടതിയിൽ പറഞ്ഞതിലും മൊഴി നൽകിയതിലും ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മഞ്ജുവിൻ്റെ ഏറ്റവും നിർണായകമായ ഈ കേസിലെ ഈ മൂവർക്കുമിടയിലെ കണ്ണി, അല്ലെങ്കിൽ ഇവർക്കിടയിൽ നടന്നത് എന്താണ് എന്ന് പൂർണ്ണമായും അറിയാവുന്ന മഞ്ജു വാര്യരിൻ്റെ മൊഴി കോടതി അവിശ്വസിക്കുന്നത് അവിടെയാണ്. ആ അവിശ്വാസം എന്നത് ആ കേസിനെ തകർക്കുന്ന നിലയിലേക്ക് പോലെ പോകുന്നു. അതിലെ ഏറ്റവും പ്രധാനി, ഈ സംഭവം നടക്കാൻ ആ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ ആ സ്ത്രീയെ പിച്ചിൽ ചീന്താൻ ഗൂഢാലോചന നടത്തിയ വ്യക്തി ഈ കേസിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇങ്ങനെയാണ് പ്രോസിക്യൂഷൻ നിരത്തിയ എല്ലാ തെളിവുകളിലും പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദങ്ങളിൽ വിശ്വസിച്ച്, അവർ കൊണ്ടുവന്ന ഓരോ സാക്ഷികളെയും അവിശ്വസിച്ച് നീതി നിഷേധം നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ നീതിന്യായ സംവിധാനം കൂട്ടുനിന്നതിൻ്റെ വലിയ തെളിവുകൾ, അതിൽ മഞ്ജു വാര്യർ എന്ന പ്രധാന സാക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികൾ എങ്ങനെ തെളിവല്ലാതായി എന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. എന്തായാലും മേൽക്കോടതികളിൽ ഏറ്റവും നിർണായകമാകുന്ന തെളിവുകൾ ഈ കേസിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രോസിക്യൂഷന്റെ വലിയ വിശ്വാസം. തിരക്കിട്ട നീക്കങ്ങൾ ഇതിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ആക്രമിക്കപ്പെട്ട നടിയും നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്ന വിവരം വന്നിട്ടുണ്ട്. മേൽക്കോടതികളിൽ നീതി കിട്ടും എന്ന പ്രതീക്ഷയാണ് ആ നടിയെ മുന്നോട്ട് നയിക്കുന്നത്. നീതിബോധമുള്ള മനുഷ്യർ ജുഡീഷ്യറിയിൽ അവശേഷിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയാണ് നമ്മളെയും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, മുഖ്യമന്ത്രി ഈ കേസിൽ അപ്പീൽ പോകും എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ വളരെ സജീവമാണ്. പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ, മുഖ്യമന്ത്രി അതിജീവിതയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നതാണ്. ക്ലിഫ് ഹൗസിലെത്തി അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നു. അവിടെ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പീൽ പോകാനുള്ള തീരുമാനം നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞതാണ്.
ഇപ്പോൾ അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് ഉറപ്പ് കൊടുക്കുന്നു എന്ന വിവരം കൂടിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമ പോരാട്ടങ്ങൾ വളരെ വേഗത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിജീവിത എന്താണ് തനിക്ക് കഴിഞ്ഞ 8 വർഷം നേരിട്ടത് എന്നത് വ്യക്തമാക്കിയിരുന്നു. നീതിബോധമുള്ള ജുഡീഷ്യറിയിലെ ഉയർന്ന കോടതികളിലെ മനുഷ്യരിലാണ് ഇനി പ്രതീക്ഷ എന്നത് വെളിവാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ ഈ സ്റ്റേറ്റ് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന സന്ദേശമാണ് നൽകേണ്ടത്. ഇതുവരെയും ആ ഉറപ്പ് ബോധ്യവും മുന്നോട്ട് നയിച്ചതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പോൾ ഈ കേസിന്റെ വിധി വന്ന ഘട്ടങ്ങളിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ അതിജീവിത ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൽ അപ്പീൽ പോകും എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ നിയമ നടപടികൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നെ വരാം. എന്തായാലും അതിജീവിത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അപ്പീൽ പോകുമെന്ന വിവരം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവൾക്കൊപ്പമാണ് ഈ നാട് എന്ന സന്ദേശമാണ് വരുന്നത്. അവൾക്ക് നീതി കിട്ടിയേ മതിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നേറ്റ തിരിച്ചടിയിൽ CPM കഴിഞ്ഞാൽ ഏറെ ചർച്ചയായത് കേരള കോൺഗ്രസിനേറ്റ തിരിച്ചടിയാണ്. ജോസ് കെ മാണിയുടെ അടുത്ത നീക്കം എന്ത് എന്ന ചർച്ചയും ജോസ് UDF-ലേക്ക് തിരിച്ചു പോകുമോ എന്ന അഭ്യൂഹങ്ങളുമാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത്. അതിന് താൽക്കാലിക വിരാമം ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ജോസ് കെ മാണി. LDF-ൽ ഉറച്ചു നിൽക്കുമെന്നാണ് ജോസ് കെ മാണി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരുടെയും പിന്നാലെ പോകേണ്ട കാര്യമില്ല മുന്നണി വിപുലീകരണത്തിന് എന്ന് UDF തീരുമാനിച്ച് നേതാക്കൾ ആ രീതിയിലുള്ള അഭിപ്രായം പ്രകടമാക്കിയതിന് തൊട്ട് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ നിലപാട് പ്രഖ്യാപനം കൂടി വരുന്നത്. സീറ്റ് വിഭജനത്തിൽ ജോസ് കെ മാണിക്ക് ചിലയിടങ്ങളിൽ CPI-യെക്കാളും മുന്തിയ പരിഗണനയാണ് LDF നൽകിയത്. അങ്ങനെ മുന്തിയ പരിഗണന നൽകിയാണ് CPM കേരള കോൺഗ്രസിനെ ഇങ്ങനെ ചേർത്ത് നിർത്തിയത്. LDF-ൽ എത്തിയതിനു ശേഷമുള്ള രണ്ടാമത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കേരള കോൺഗ്രസ് M നേരിട്ടത്. കേരള കോൺഗ്രസ് M-ന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം സമ്മാനിച്ചത്. കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഉൾപ്പെടെ 2 ചിഹ്നം മിക്കയിടത്തും കൊഴിഞ്ഞുപോയി എന്ന ആക്ഷേപമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കേട്ടത്. കോട്ടയം ജില്ലയിൽ മാത്രം 461 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് M-ന് മിക്കയിടത്തും കാലിടർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2 ചിഹ്നക്കാർ പാലാ നഗരസഭയിൽ 10 മാത്രമാണ് പിടിച്ചു നിന്നത്. പാലാ നഗരസഭ ഭരണം പിടിക്കാനും കഴിഞ്ഞില്ല. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MPയുടെ വീട് ഉൾപ്പെടുന്ന അരുണാപുരം വാർഡിൽ കോൺഗ്രസിലെ രഞ്ജിത പ്രകാശാണ് ജയിച്ചത് പോലും. അപ്പോൾ അതൊക്കെ വലിയ വാർത്തയും ചർച്ചയും ഒക്കെ ആയതാണ്. കേരള കോൺഗ്രസ് M-ന്റെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. സംസ്ഥാനമൊട്ടാകെ 1200-ലധികം സീറ്റുകളിൽ മത്സരിച്ചിട്ടും നേട്ടമുണ്ടാക്കാനായില്ല എന്നതായിരുന്നു സാഹചര്യം. ഫലം ഇതൊക്കെയായിരിക്കെയാണ് ജോസിന്റെ ഭാവി സംബന്ധിച്ച വലിയ ചർച്ചകൾ തുടങ്ങിയത്. അപ്പോൾ തെറ്റിദ്ധരുത്തലിന്റെ ഭാഗമായി ജോസിനെ കൂടെ കൂട്ടാൻ നേരത്തെ തന്നെ UDF ശ്രമം ആരംഭിച്ചിരുന്നതാണ്. പക്ഷേ ജോസ് പിടികൊടുക്കുന്ന സാഹചര്യമായിരുന്നില്ല
തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നത്. UDF-ന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. സഭാ നേതൃത്വങ്ങളൊക്കെ ആ വിഷയങ്ങളിൽ ഇടപെടുകയും ജോസിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ജോസ് വഴങ്ങിയില്ല, LDF-നൊപ്പം നിൽക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഫലം തിരിച്ചടിച്ചപ്പോൾ പുതിയ ട്രെൻഡിൽ ജോസ് തീരുമാനം മാറ്റുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. അതിനാണ് ജോസ് കെ മാണി മറുപടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് എം LDF-നൊപ്പം തന്നെ തുടരും എന്നതാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയത്. പാലായിലും തൊടുപുഴയിലും കേരള കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ജോസ് കെ മാണി പറയുന്നു. പാലായിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കേരള കോൺഗ്രസ് ആണ് എന്നതാണ് ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടില കരിഞ്ഞെന്ന പ്രചാരണം തെറ്റാണെന്നും കണക്കുകൾ നിരത്തി ജോസ് കെ മാണി വാദിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. സംഘടനാപരമായി കേരള കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ജോസ് കെ മാണി വിശദീകരിക്കുന്നത്. തൊടുപുഴ നഗരസഭയിൽ ജോസഫ് ഗ്രൂപ്പ് 38 വാർഡുകളിൽ മത്സരിച്ചപ്പോൾ വിജയിച്ചത് 2 മാത്രമാണ്. തൊടുപുഴ നഗരസഭയുടെ ചരിത്രത്തിൽ ഒരു വട്ടം പോലും ചെയർമാനായി ജോസഫ് ഗ്രൂപ്പ് വന്നിട്ടില്ല എന്ന് ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടുന്നു. പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയെ പോലെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്നതാണ് ജോസ് കെ മാണി ഇന്ന് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. കോൺഗ്രസ് എന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങിച്ചെടുക്കാൻ നോക്കും. ഈ തെരഞ്ഞെടുപ്പിൽ സംഘടനാപരമായി കേരള കോൺഗ്രസിന് എമ്മിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടിയത്. തങ്ങൾക്ക് തിരിച്ചടി ഏറ്റിട്ടില്ല എന്ന് പറയുന്ന ജോസ് കെ മാണി ഈ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ജോസഫ് ഗ്രൂപ്പിനെ കടന്നാക്രമിക്കാനാണ്. നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഈ പറയുന്ന വീമ്പടിക്കുന്ന തൊടുപുഴയിൽ അവിടെ മുനിസിപ്പാലിറ്റിയിൽ അവരേതാണ്ട് 38 വാർഡുകളുണ്ട്. വിജയിച്ചത് ജോസഫ് ഗ്രൂപ്പ് വിജയിച്ചത് 2 മാത്രമാണ്. ഇനി അത് പോട്ടെ, നമ്മളാരെ ആക്ഷേപിക്കാനൊന്നുമില്ല. പിന്നെ പറഞ്ഞ ഉത്തരം പറയണോണ്ട് ഇനിയും പറയാനുണ്ട്. 80-ന് ശേഷം മുനിസിപ്പാലിറ്റി ഫോം ചെയ്തതിനു ശേഷം ഒരു പ്രാവശ്യം പോലും മുനിസിപ്പാലിറ്റി ഒരു ചെയർമാനായി ജോസഫ് ഗ്രൂപ്പ് വന്നിട്ടില്ല. പക്ഷേ കേരള കോൺഗ്രസ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഈ പറയുന്ന കടുത്തുരുത്തിയിലും പറയുന്നുണ്ടല്ലോ ഇലയുടെ കാര്യത്തിൽ, അവിടെ ഇനി വെള്ളം കോരാനാരും വരണ്ട എന്ന് ഒഴിക്കാമെന്ന് പറയും. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ആ രീതിയാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ വികസന കാര്യത്തിലൊക്കെ ആധുനിക കാര്യത്തിലെല്ലാം പുറകോട്ട് അതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് വിജയത്തിന് പിന്നാലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ മുന്നണി വിപുലീകരിക്കണം എന്ന നിലപാടിലാണ്. UDF-ലാകെ മുന്നണി വിപുലീകരിക്കണം എന്ന ആഗ്രഹം തന്നെയാണുള്ളത്. കേരള കോൺഗ്രസിനടക്കം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് UDF. ഈ പശ്ചാത്തലത്തിലാണ് ജോസ് കെ മാണിയുടെ ഈ പ്രതികരണം എന്നത് നമ്മൾ ഓർക്കണം. എന്തായാലും ഇപ്പോ ജോസ് എങ്ങോട്ടുമില്ല എന്നതാണ് പറയുന്നത്. LDF-നൊപ്പം ഉറച്ചു നിൽക്കും. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ UDF-ന്റെ അടിത്തറ ഒന്നുകൂടി വിപുലീകരിക്കുമെന്നും നിലവിലുള്ളതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുമാണ് VD സതീശൻ ഇന്നലെ പറഞ്ഞത്. എന്നാൽ ജോസ് കെ മാണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ VD സതീശൻ പറഞ്ഞത്, ഞങ്ങൾ ആരുടെയും പിന്നാലെ പോകില്ല, ആരെയും ക്ഷണിച്ചിട്ടും ഇല്ല എന്നായിരുന്നു സതീശന്റെ മറുപടി. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സാഹചര്യമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. ആരെയും പുറകെ പോയി വിളിക്കേണ്ടുന്ന സാഹചര്യമില്ല എന്ന ഉറച്ച ബോധ്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആ മറുപടി നൽകിയത്. അതായത് ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ട്, അതുകൊണ്ട് തന്നെ ആരുടെയും പുറകെ പോയി ആരെയും വിളിച്ചുകൊണ്ട് വരുന്നില്ല എന്ന ഒരു സന്ദേശമാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഈ പ്രതികരണം കൂടി വന്നത്. അപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ ആരെയും പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചർച്ചയോ ഒന്നും ചെയ്തിട്ടില്ല. അത് അങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് തീരുമാനം എടുക്കേണ്ട കോമ്പിറ്റന്റ് ആയിട്ടുള്ള ബോഡി ഏതാണ്? ഇപ്പൊ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ KPCC ആണ് തീരുമാനിക്കുന്നത്. UDF-ലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്, എല്ലാവരും കൂടി കൂടിയാണ്. അതൊക്കെ അതിന്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട്, കൂടിയാലോചനകളുണ്ട്, കൂട്ടായ നേതൃത്വമുണ്ട്.
ആ തീരുമാനമെടുത്തു. ഒരു കാര്യം എനിക്ക് ഇപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ആരുടെയും പിന്നാലെ പോകില്ല. പക്ഷെ മുന്നണി വിപുലീകരണം അജണ്ടയിലുണ്ട്. ഇതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും ഇനി ഉണ്ടാവുക എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ എല്ലാം വ്യക്തമാണ്. മുന്നണി വിപുലീകരണം എന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവ് ആരുടെയും പിന്നാലെ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കുകയാണ് ഇന്ന് അടൂർ പ്രകാശ് ചെയ്തിരിക്കുന്നത്. ജോസ് കെ മാണിയെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശ് ഇന്ന് രംഗത്ത് വന്നത്. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ കൂട്ടായ തീരുമാനത്തിലൂടെയാകും ഉണ്ടാവുക എന്നതുകൂടി അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്നു. ഈ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിയെയും ഉന്നമിട്ട് ചർച്ച നടക്കുന്നില്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് കെ മുരളീധരൻ അപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണമാണ് മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആദ്യം മുന്നണിയിലാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുക. വിപുലീകരണം വേണമെന്ന് പൊതു അഭിപ്രായമുണ്ട്. ഏത് രീതിയിൽ വേണമെന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നതാണ് കെ മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയെ ഉന്നമിട്ടുകൊണ്ടൊന്നുമല്ല. മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കണം എന്നൊരു ആശയമുണ്ട്. അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അല്ല, നിലവിലുള്ള സഖ്യം തന്നെ പര്യാപ്തമാണെങ്കിലും ഒന്നും കൂടെ വിപുലീകരിക്കുന്ന നല്ലതാണെന്നുള്ള അഭിപ്രായം പൊതുവായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. മുന്നണിക്കകത്ത് ചർച്ച വേണം എന്നൊരു സാഹചര്യം നേതാക്കൾ ആവർത്തിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതായത് മുന്നണി വിപുലീകരണത്തെ ചൊല്ലി ചില തർക്കങ്ങൾ കൂടി UDF ഉടലെടുക്കുന്നുണ്ട്. കോൺഗ്രസിന് പിന്നാലെ മുന്നണി വിപുലീകരണം എന്ന ആവശ്യം ലീഗ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. മറ്റെല്ലാവർക്കും മുന്നണി വിപുലപ്പെടുത്തട്ടെ, കൂടുതൽ ശക്തമാകട്ടെ എന്ന അഭിപ്രായമാണുള്ളത്. പക്ഷേ ആരെയൊക്കെ വേണം, ആരെയൊക്കെ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അത് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് ഉള്ള തീരുമാനങ്ങളിൽ ഏറ്റവും വലിയ എതിർപ്പ് ഉന്നയിക്കുന്നത് ജോസഫ് ഗ്രൂപ്പാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന നിലപാടാണ് ജോസഫ് ഗ്രൂപ്പിന് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ജോസ് കെ മാണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന അഭിപ്രായം കോൺഗ്രസിലും ചിലർ വെച്ചു പുലർത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ കൂട്ടായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം എടുക്കാമെന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ധാരണ. അതാണ് നേതാക്കൾ പുറത്തേക്ക് പറയുന്നത്. അതായത് ഈ ഇപ്പോഴുള്ള ഘടകകക്ഷികളുടെ നിലപാടുകൾ കൂടി മനസ്സിലാക്കി അവരുമായി ഒക്കെ കൂടി ചർച്ച ചെയ്തതിന് ശേഷം ആ ഇപ്പോഴുള്ള അടിത്തറ ഭദ്രമാക്കിയതിനു ശേഷം വിപുലീകരണം എന്നതിലേക്ക് കടക്കാമെന്ന കാര്യമാണ് അവർ നൽകുന്നത്. ഈ സൂചനയിലൂടെ നമുക്കതാണ് മനസ്സിലാകുന്നത്. ജോസ് കെ മാണിയെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്ന് അടൂർ പ്രകാശ് പറയുമ്പോൾ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നേരത്തെ UDF ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ആരുടെയും പിറകെ പോയിട്ടില്ല, ഇനി പോകാനും ഇല്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും നിർണായകമായിട്ടുള്ള തീരുമാനം കോൺഗ്രസിൽ ഈ മാസം തന്നെ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 20-ന് മുന്നണി യോഗമൊക്കെ ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുക. അവിടെ മറ്റ് പല ഘടകകക്ഷികൾ, അതായത് LDFന്റെ ഭാഗമായിട്ടുള്ളവരെ കൂടി ഉൾപ്പെടുത്താനൊക്കെയുള്ള നീക്കവും ചർച്ചകളും ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ LDFും ഈ തെരഞ്ഞെടുപ്പ് ഫലം പഠിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശദമായി പരിശോധിക്കാനും പഠിക്കാനുമാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം മുന്നണിയിലെ കക്ഷികൾ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. അതിനുശേഷം ഇടതുമുന്നണി വീണ്ടും യോഗം ചേരും. മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല, ജനങ്ങളുടെ പ്രതികരണം ആഴത്തിൽ പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകും എന്നതാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നലെ യാതൊരു തരത്തിലും ഭരണവിരുദ്ധ വികാരമില്ല, എല്ലാം പോസിറ്റീവാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു പ്രതികരണമാണ് LDF കൺവീനറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് ചില പോരായ്മകളുണ്ട്, അത് ആഴത്തിൽ പരിശോധിക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആഴത്തിൽ പരിശോധിച്ച് പരിഹരിച്ച് പോയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു സാഹചര്യം മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് LDF കൺവീനർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
ജനവിധി മാനിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുമ്പോട്ട് പോകും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനിലപാട്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ നിലപാട് എന്താണെന്ന് കണ്ടു. മുന്നണിയുടെ അടിത്തറ പലതരത്തിൽ പല രീതിയിലായിരിക്കും വിപുലീകരിക്കപ്പെടുക എന്നതാണ് വി.ഡി. സതീശൻ ഇന്നലെ പറഞ്ഞത്. ഇതിൽ ചിലപ്പോൾ LDF-ലെ ഘടകകക്ഷികൾ ഉണ്ടാകാം, NDA-യിലെ ഘടകകക്ഷികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത പൊതുസമൂഹത്തിൽപ്പെട്ട ചിലരും ഉണ്ടാകാം എന്നതൊക്കെയാണ് സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇപ്പോഴേ പറഞ്ഞാൽ എന്ത് സസ്പെൻസ്, അതുകൊണ്ട് അതങ്ങനെ നിൽക്കട്ടെ എന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് നൽകുന്ന സൂചന എന്ന് വെച്ചാൽ എന്തത്ഭുതവും പ്രതീക്ഷിക്കാം എന്നതാണ്. RJDയും കേരള കോൺഗ്രസും ഒക്കെ അവരുടെ റഡാറിലുണ്ട്, അല്ലെങ്കിൽ അവരുമായൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. PV അൻവർ നേരത്തെ തന്നെ മുന്നണിയുമായി ചേരാനുള്ള സാധ്യത പറഞ്ഞിരുന്നതാണ്. അതിനുള്ള സാധ്യതയും ഇനി കിടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള സാധ്യതകളുണ്ട്. ജോസിനെ ഒപ്പം നിർത്തി തുടർഭരണം ഉറപ്പാക്കിയ ഇടതുപക്ഷത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാനാണ് UDF തയ്യാറെടുക്കുന്നത്. അതുകൂടി കണ്ടുവേണം LDF-ന്റെ പ്രശ്നപരിഹാരങ്ങളും പരിഹാരക്രിയകളും ചർച്ചകളും ഒക്കെ നടക്കേണ്ടത് എന്നതിന്റെ സൂചനകൾ കൂടി മറുഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം അടുത്ത ഫോക്കസുകളിലേക്ക് പോകാം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി BBG റാംജി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. 2005-ൽ അന്നത്തെ UPA സർക്കാർ തുടങ്ങിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ഇനി വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നായിരിക്കും എന്നതാണ് ഈ ബില്ലിൽ പറയുന്നത്. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമായും ഈ ബില്ലിൽ പറയുന്നത്. ഗാന്ധിജിയുടെ പേരിലുള്ള പദ്ധതിയുടെ പേര് മാറ്റി അവതരിപ്പിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് രാജ്യത്തുടനീളം ഉയർന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാറ്റം, എന്തിനാണ് ആ നീക്കം, എന്തിനാണ് ഗാന്ധിയുടെ പേര് വെട്ടുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നതാണ് പുതിയ പദ്ധതി. തൊഴിലുറപ്പ് വേതനത്തിന്റെ 40% ഇനി സംസ്ഥാനം വഹിക്കേണ്ടി വരും. 60% കേന്ദ്ര സർക്കാരും 40% ചെലവ് സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടി വരും എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. തൊഴിൽ ദിനങ്ങൾ പ്രതിവർഷം 100-ൽ നിന്ന് 125 ദിവസമാക്കി ഉയർത്തും എന്ന് ഈ ബില്ലിൽ പറയുന്നുണ്ട്. നിലവിലെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നതാണ് ഈ ബില്ലിൽ പ്രഖ്യാപിക്കുന്നത്. അധിക ചെലവുണ്ടായാൽ സംസ്ഥാനം വഹിക്കേണ്ടി വരും എന്നത് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതി മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥ പ്രാമുഖ്യത്തിന് വഴിയൊരുക്കുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ കൂടി ഈ ബില്ലിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു രത്നച്ചുരുക്കം. ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി 2005-ലാണ് UPA സർക്കാർ ഇതിന്റെ അടിസ്ഥാന പദ്ധതി കൊണ്ടുവരുന്നത്. 2005-ലാണ്. 2005-ൽ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. 2006 മുതൽ ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങി. 2008-ൽ എല്ലാ ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നു. 2009-ലാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. ഒന്നാം UPA സർക്കാർ നടപ്പാക്കിയ പദ്ധതിയുടെ 20-ാം വർഷത്തിലാണ് അതിന്റെ പേരും രൂപവും ഭാവവും ഒക്കെ മാറ്റിക്കൊണ്ട് കേന്ദ്രം പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേരുമാറ്റം മാത്രമല്ല, പദ്ധതിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടെ മാറ്റം വരുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റുന്നു എന്നത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കി അവതരിപ്പിച്ച ബില്ലിനെതിരെ വൻ പ്രതിഷേധമാണ് ഇന്ന് ലോക്സഭയിൽ നടന്നത്. മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു വലിയ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ അരങ്ങേറിയത്. സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധം അരങ്ങേറി. ഗാന്ധിജിയുടെ പേരൊഴിവാക്കിയ നടപടിയിൽ പ്രതിപക്ഷ MP-മാർ രാവിലെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. ഗാന്ധിജിയുടെ പേരൊഴിവാക്കുന്നു, UPA സർക്കാർ കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കാനുള്ള RSS BJP ഗൂഢാലോചനയാണ് ഈ പുതിയ ബില്ലിന് പിന്നിൽ തുടങ്ങിയ ആക്ഷേപങ്ങളാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. സഭയ്ക്കുള്ളിലും ശക്തമായ
വാദപ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ഗാന്ധിജിയുടെ ചിത്രം ഉയർത്തിയാണ് കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധിച്ചത്. ബില്ലിനെ അനുകൂലിച്ച് ജയ് ശ്രീറാം വിളികളുമായിട്ടാണ് BJP അംഗങ്ങൾ രംഗത്ത് വന്നത്. ബില്ലിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി സഭയ്ക്കുള്ളിൽ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. സാധാരണക്കാർക്ക് തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ദേശം തന്നെ തകർക്കുന്ന ബില്ലാണ് ഈ പുതിയ ബില്ലെന്നാണ് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചത്. ഗാന്ധി തന്റെ കുടുംബത്തിൻ്റെതല്ലെന്നും ഗാന്ധി രാജ്യത്തിൻ്റെതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധി ബില്ലിനെതിരെ സഭയ്ക്കുള്ളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. मैं नियम 72(1) के तहत इस विधेयक को पुनर्स्थापित करने पर अपनी सख्त आपत्ति दर्ज करना चाहती हूँ। महात्मा गांधी ग्रामीण रोजगार गारंटी कानून पिछले 20 सालों से ग्रामीण भारत को रोजगार देने में और ग्रामीण अर्थव्यवस्था को मजबूत बनाने में सक्षम रहा है। ये एक इतना क्रांतिकारी कानून है कि जब इसको बनाया गया तो सदन के सभी राजनीतिक दलों ने इससे पूरी सहमति दी। इसके द्वारा 100 दिन का रोजगार इस देश के गरीब से गरीब लोगों को मिलता है, हमारे गरीब से गरीब भाई बहनों को। हम सब जनप्रतिनिधि हैं महोदय, जब हम अपने अपने क्षेत्रों में जाते हैं, आप भी जानते हैं, दूर दूर से हमें दिख जाता है कि मनरेगा का कौन मजदूर है। तो सर, मेरा जो इस बिल पर ऑब्जेक्शन है, सर, ये जो कानून है इसके तहत हमारे गरीब भाई बहनों को जो रोजगार की कानूनी गारंटी मिलती है, जो अधिकार मिलता है, वह इस योजना में मांग के आधार पर संचालित होता है। ഗാന്ധിജിയുടെ പേര് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് സഭയ്ക്കുള്ളിൽ ഉയർന്നത്. പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കുന്നത് അധിക്ഷേപിക്കുന്നതിന് തുല്യം എന്നതാണ് ബില്ലിനെ എതിർത്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള NK പ്രേമചന്ദ്രൻ MP സഭയിൽ നിലപാടെടുത്തത്. Sir, the name of Mahatma Gandhi, the father of nation, his name being removed from the act as well as from the scheme. Sir, I feel that this is an insult to the father of nation. Yes. So, sir. രാഷ്ട്രപിതാവിനെ അധിക്ഷേപിച്ചു എന്നതാണ് പ്രേമചന്ദ്രൻ അവിടെ തുറന്നു കാട്ടാൻ ശ്രമിച്ചത്. ബില്ലിനെ എന്തായാലും നമുക്കറിയാം പല ഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂർ എന്നറിയാം. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പോലും BJP അഭിനന്ദിച്ചുകൊണ്ട് അത്തരമൊരു ഇരട്ടത്താപ്പ് നിലപാട് തരൂർ സ്വീകരിച്ചു. പക്ഷേ എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉയർത്തിയ പ്രതിഷേധത്തിനൊപ്പമായിരുന്നു തരൂർ. ബില്ലിനെ സഭയിൽ എതിർത്തുകൊണ്ടാണ് ശശി തരൂർ MPയും പ്രതികരിച്ചത്, സംസാരിച്ചത്. ഇത് പദ്ധതിയുടെ ലക്ഷ്യത്തെ ഇല്ലാതാക്കുന്നതാണ്, പാവപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ ബാധ്യതയാകും തുടങ്ങിയ കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടിസ്ഥാനപരമായ ആശയങ്ങൾക്ക് എതിരാണ് ഈ ബില്ല് എന്നുകൂടി ശശി തരൂർ സഭയിൽ പറഞ്ഞു. First objection, Mr. Speaker, as with others, is the ill-advised decision to remove the name of the father of the nation for the reasons already given, which I will not repeat. But this is not just an administrative tweak, sir. It's an assault on the very spirit and philosophical foundation of this crucial program. Mahatma Gandhi's vision of Ram Rajya was never a purely political program. It was a socio-economic blueprint rooted in the ഇതാണ് empowerment തരൂർ of പറഞ്ഞത്. villages. അതേസമയം ഭരണഘടനയ്ക്കെതിരായ നിയമമെന്നാണ് KC വേണുഗോപാൽ സഭയിൽ പറഞ്ഞത്. പുതിയ ബില്ല് ഗ്യാരണ്ടി നൽകുന്നത് കടലാസിൽ മാത്രമെന്ന് പറയുന്നു. 125 ദിവസം തൊഴിൽ ദിനം ലഭിക്കില്ല എന്നൊരാശങ്ക കൂടി KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്രമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുൻപ് KCയുടെ വാക്കുകളിലേക്ക്. Basically, Manrega is the right to employment to the common people of this country. That guarantees is there for employment. Guarantee now exists only on paper, sir, through this bill. Sir, this is already members mentioned about the demand-driven to budget cap. Sir, this destroys universal coverage. Sir, the hollow promise ഈ of ആശങ്കകളാണ് KC $125. വേണുഗോപാൽ സഭയിൽ ഉന്നയിച്ചത്. മാത്രവുമല്ല, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രാഷ്ട്രപിതാവിന്റെ പേര് വെട്ടിമാറ്റിയ മന്ത്രി എന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന് കൂടി KC വേണുഗോപാൽ സഭയിൽ പറഞ്ഞു.
വിദേശ മണ്ണിൽ പോയി ഗാന്ധിജിക്ക് പൂക്കൾ സമർപ്പിക്കുന്ന മോദിയെ പോലുള്ളവരുടെ നടപടിയിലെ പൊള്ളത്തരമാണ് ഈ പുറത്തു വരുന്നത്. ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തത് RSSന്റെ ശതാബ്ദി വർഷത്തിൽ കൂടിയാണ്. വിഷയത്തിൽ പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഖർഗെ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. ഇടത് എംപിമാരുടെ നേതൃത്വത്തിലും രാവിലെ പാർലമെന്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. തങ്ങൾ ഗാന്ധിജിക്കെതിരല്ല എന്നായിരുന്നു ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മറുപടി സഭയ്ക്കുള്ളിൽ വന്നത്. തൊഴിൽ ദിനങ്ങൾ കൂട്ടി നൽകിയെന്ന് മന്ത്രി പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഗാന്ധിജിയുടെ ചിത്രവുമായാണ് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ വലിയ ബഹളത്തിനിടെ ഈ മന്ത്രി ബില്ല് അവതരിപ്പിക്കുന്നു. പ്രതിപക്ഷം റാം എന്ന വാക്കിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സഭയിൽ ചോദിച്ചു. महात्मा गांधी हमारे दिलों में बसते हैं और माननीय अध्यक्ष जी, महात्मा गांधी जी का, पंडित दीनदयाल जी का ये संकल्प था, ये देखो कि जो सबसे पीछे है, जो सबसे കേന്ദ്രമന്ത്രി സഭയിൽ സംസാരിക്കുന്ന സമയത്തുടനീളം വലിയ പ്രതിഷേധമാണ് സഭയിൽ അരങ്ങേറിയത്. രാമരാജ്യമാണ്, മഹാത്മാഗാന്ധിയുടെ പേര് തങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് ചൗഹാൻ പറയുന്നുണ്ട്. രാമരാജ്യമാണ് ഗാന്ധി വിഭാവനം ചെയ്തതെന്ന് പറയുന്നു. രാമരാജ്യം സ്ഥാപിക്കാനാണ് ഈ ബില്ലെന്ന് കൂടി ചൗഹാൻ പറയുന്നു. ഗാന്ധിജിയും ഇതാണ് ആഗ്രഹിച്ചത് എന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധമാണ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പിന്നീട് അരങ്ങേറിയത്. പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. ബില്ലിനെതിരെ പാർലമെന്റ് വളപ്പിൽ പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം നടന്നത്. ഗാന്ധി ചിത്രങ്ങളുമായും സഭയ്ക്കും അകത്തും പുറത്തുമൊക്കെ പ്രതിഷേധം ഇന്ന് നടന്നു. ആ പ്രതിഷേധം തുടരുമെന്ന സൂചനകളാണ് വരുന്നത്. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിനും കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനങ്ങളും പുതിയ ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത ഇത് വരുത്തുമെന്നതാണ് എം പി രാജേഷ് ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിന് 4000 കോടി രൂപയാണ് ശരാശരി ഒരു വർഷം ലഭിക്കുന്നത്. 40% സംസ്ഥാനം വഹിക്കണമെന്ന് പറയുമ്പോൾ 1600 കോടി രൂപ ഓരോ വർഷവും ബാധ്യതയായി വരുമെന്നതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. എല്ലാ തരത്തിലും കേരളത്തിൽ നോക്കും. നിങ്ങൾ കണ്ടല്ലോ തൊഴിലുറപ്പ് മേഖലയിൽ നമ്മളൊരു വർഷം ഇപ്പൊ 2000 കോടി രൂപ ഏറ്റവും പ്രാഥമിക കണക്കനുസരിച്ച് സ്റ്റേറ്റ് ഇപ്പം ഉണ്ടാക്കണം. ഇവിടുന്ന് പൈസ 90% കേന്ദ്രം സ്റ്റേറ്റും മുടങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എം പി രാജേഷും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ മന്ത്രി സജി ചെറിയാനും അതേ ആശങ്കകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് ഈ ബിൽ അവതരണം മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഈ ബിൽ നൽകുന്നത്. എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും അവർക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം അട്ടിമറിക്കുമോ എന്ന വലിയ ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. കൂലി കൊടുക്കാതെയും വൻതോതിൽ കുടിശ്ശിക വരുത്തിയും തൊഴിൽ ദിനം വെട്ടിക്കുറച്ചും പദ്ധതി അട്ടിമറിക്കാൻ ഇതിനോടകം തന്നെ ശ്രമം നടക്കുന്നു എന്ന വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ അവസ്ഥയൊക്കെ കൂടി വരുന്നത്. അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്ത് പട്ടിണി മരണം ഒഴിവാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചത് ഈ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. പട്ടിണി മൂലമുള്ള കൂട്ടാത്മഹത്യകൾ, ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള കൂട്ടാത്മഹത്യകൾ ഒഴിവാക്കിയതിൽ ഈ പദ്ധതിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അങ്ങനെ താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് വലിയ ആശ്വാസം നൽകിയിരുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ആശങ്ക ഉയരുന്നത്. അത് അംഗീകരിക്കാനാകാത്തതാണ്. അടിസ്ഥാന ലക്ഷ്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികളാകണം ഉണ്ടാകേണ്ടത്. ഈ ആശങ്കകൾ പരിഹരിക്കപ്പെടണം. ഇത്തരം പദ്ധതികൾ ഗൂഢരാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അതീതമാകുകയും വേണം. എന്തുകൊണ്ട് രാഷ്ട്രപിതാവിന്റെ പേര് ഒഴിവാക്കുന്നു എന്നതിൽ കൃത്യമായ മറുപടിയും വേണം. നമ്മുടെ രൂപയുടെ മൂല്യം ഇങ്ങനെ ആടി ഉലയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ബിസിനസ് രംഗത്ത് ഇത് വലിയ ചർച്ചയാണ്. നമ്മൾ പ്രധാന വാർത്തകൾക്കിടയിൽ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എങ്കിലും വലിയ ആശങ്കയായി തന്നെയാണ് അത് തുടരുന്നത്. നമ്മൾ വലിയ സമ്പദ് വ്യവസ്ഥ ആകും എന്ന തരത്തിലൊക്കെയുള്ള പ്രതീക്ഷ പങ്കുവെക്കുമ്പോഴാണ് നമ്മളുടെ രൂപ മൂല്യം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് ഡോളറിനെതിരെ ചരിത്രത്തിലാദ്യമായി
91 താഴേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് രൂപ. വ്യാപാരത്തിനിടെ ഒരു വേള മൂല്യം 36 പൈസ ഇടിഞ്ഞാണ് 91 എത്തിയത്. ഈ മാസം തന്നെ രൂപ 92 വീണേക്കും എന്ന ആശങ്കകൾ നിലനിൽക്കുക കൂടിയാണ്. 29 പൈസയായിരുന്നു ഇന്നലത്തെ നഷ്ടം. സമ്മർദ്ദത്തിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. കാര്യമായ പുരോഗതിയില്ലാതെയാണ് ഇന്ത്യ-US വാണിജ്യ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഉയർന്ന താരിഫ് നിലനിൽക്കുന്നുണ്ട്. വാണിജ്യ കരാറിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഇതുവരെ ലക്ഷ്യം കണ്ടിട്ടില്ല. രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവരിൽ നിന്ന് ഡോളറിന് ശക്തമായ ആവശ്യങ്ങൾ വരുന്നു. ഇറക്കുമതിക്കാർക്ക് ഡോളറിനുള്ള ആവശ്യം കൂടി വരുമ്പോൾ വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്ന ഒരു സാഹചര്യവും വലിയ വെല്ലുവിളിയായി തുടരുന്നു. ഈ രണ്ട് ഘടകങ്ങളും കൂടിയാകുമ്പോൾ രൂപയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. വിദേശ നിക്ഷേപകരുടെ വൻതോതിലുള്ള ഓഹരി ബോണ്ട് വിൽപ്പന ഈ വീഴ്ചയ്ക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയായി രൂപ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. RBI വിപണിയിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ രൂപയുടെ മൂല്യം ഇതിലും താഴുമായിരുന്നു എന്നതാണ് പൊതുവെ ഉള്ള വിലയിരുത്തലുകൾ. ഈ വർഷം ഇതുവരെ രൂപയുടെ മൂല്യം 6% ഇടിഞ്ഞു കഴിഞ്ഞു. വിദേശ നിക്ഷേപകർ ഈ വർഷം ഇതുവരെ ഏതാണ്ട് $1800 കോടി ഓഹരികളാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. രൂപ വലിയ നിലയിൽ ശോഷിച്ചത് മൂലം വിദേശ നാണ്യ ശേഖരം സെപ്റ്റംബർ ആദ്യവാരത്തിലെ റെക്കോർഡ് നിലയായ 73,000 കോടിയിൽ നിന്ന് കഴിഞ്ഞ 5 ആയപ്പോഴേക്കും 68,730 കോടി ഡോളറിലേക്ക് ഇടിഞ്ഞു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നമുക്കൊക്കെ വലിയ ആശങ്കയാണെങ്കിലും ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് ഇതൊരു അവർക്ക് ഏറ്റവും അനുഗ്രഹം ഉള്ള, അവർ ഏറ്റവും കാത്തിരിക്കുന്ന കാലം കൂടിയാണ്. അതായത് കൂടുതൽ പണം ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് അയക്കാം, അവർക്ക് അത്രയും മൂല്യം കിട്ടും എന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും വലിയ ആശങ്കയാണ്. രാജ്യത്തിനാകെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഈ രൂപയുടെ മൂല്യം കുറയുന്നു എന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതാണ് സ്വർണം ഇതെന്തു കുതിപ്പാണ് എന്ന് നമുക്ക് ആശങ്ക തോന്നും. ഇന്നലെ വലിയ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. ഇന്ന് ലേശം വില തിരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ആശ്വാസം. അങ്ങനെ ഒരു നേരിയ ആശ്വാസത്തിന്റെ ദിവസമാണ്. പവൻ 1,120 രൂപ കുറഞ്ഞ് 98,160 രൂപയായിരിക്കുന്നു. ഗ്രാമിന് 140 രൂപ കുറഞ്ഞ് 12,270 രൂപയും ആയിട്ടുണ്ട്. ഇന്നലെയാണ് വലിയ കുതിപ്പ് ഉണ്ടായത് സ്വർണ്ണവിലയിൽ. അതിന് പിന്നാലെയാണ് ഇന്ന് നേരിയ ഇടിവുണ്ടാകുന്നത്. 1 ലക്ഷത്തിന് വെറും 720 രൂപയുടെ കുറവാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. 1080 രൂപ ഇന്നലെ മാത്രം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഇറക്കം എന്ന് പറയുന്നത് വെറും താൽക്കാലികം എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് വീണ്ടും കയറാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നിലവിലുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ആയിരുന്നു സ്വർണത്തിന്റെ ഏറ്റവും റെക്കോർഡ് വില. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പവന് 99,000 രൂപ കടന്നത്. രാവിലെയും ഉച്ചയ്ക്കുമായി 1080 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. അങ്ങനെ 99,280 രൂപയായി. നിലവിലെ ട്രെൻഡ് പരിഗണിച്ചാൽ ഇന്നോ നാളെയോ തന്നെ 1 ലക്ഷം രൂപയെന്ന മാന്ത്രിക സംഖ്യ ഭേദിക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് വില അല്പം കുറയുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ 1 ലക്ഷം കടന്ന് സ്വർണം കുതിക്കും എന്നതിന്റെ സൂചനകൾ വരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ മാത്രം പവന് 42,160 രൂപയാണ് കൂടിയിട്ടുള്ളത്. സ്വർണ്ണവില ഇത്രയും മുന്നേറ്റം നടത്തിയ കാലം വേറെയില്ല. ഒരു വർഷത്തിനിടെ മാത്രം ഏതാണ്ട് ഇരട്ടിയോളം വരുന്ന തുകയിലേക്ക് സ്വർണ്ണവില എത്തി. 1925 വെറും 13 രൂപ 75 പൈസയായിരുന്ന സ്വർണത്തിനാണ് 2025 ആകുമ്പോൾ 99,280 രൂപ ഒരു പവന് വില വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷത്തിനിടെ മാത്രം പവന് 42,000-ലേറെ രൂപയുടെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഫോക്കസിൽ എടുക്കാനുള്ള അടുത്ത ഫോക്കസ് 5 എന്ന് പറയുന്നത് IPL ലേലമാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരമായി മാറിയിരിക്കുകയാണ് ഓസീസ് ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ. IPL 19ാം സീസണിന് മുന്നോടിയായി അബുദാബിയിൽ നടക്കുന്ന മിനി താരലേലത്തിൽ 25.20 കോടി രൂപയ്ക്കാണ് ഗ്രീനിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്നത്. 2024 ലേലത്തിൽ 24.75 കോടി രൂപയ്ക്ക് കൊൽക്കത്ത തന്നെ സ്വന്തമാക്കിയ ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കായിരുന്നു ഇതുവരെ മിനി ലേലത്തിലെ ഏറ്റവും വില കൂടിയ താരം. സ്റ്റാർക്കിന്റെ റെക്കോർഡാണ് സഹതാരമായ ഗ്രീൻ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. 2025 ലേലത്തിൽ 27 കോടി രൂപയ്ക്ക് ലക്നൌ ടീം സ്വന്തമാക്കിയ ഋഷഭ് പന്താണ് IPL ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ താരം. അതേ ലേലത്തിൽ 26.75 കോടിക്ക് പഞ്ചാബ് സ്വന്തമാക്കിയ ശ്രേയസ് അയ്യരാണ് രണ്ടാമത്. 3ാം സ്ഥാനത്ത് ഇനി കാമറൂൺ ഗ്രീൻ.
താരത്തിനു വേണ്ടി വാശിയേറിയ ലേലം വിളിയാണ് ഇന്ന് നടന്നത്. അടിസ്ഥാന വിലയായ 2 കോടിക്ക് മുംബൈ ഇന്ത്യൻസ് ആണ് ആദ്യം ഗ്രീനിനു വേണ്ടി രംഗത്തെത്തിയത്. പിന്നീട് ഇവർ പിന്മാറി. രാജസ്ഥാൻ റോയൽസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവർ ഇതിനുശേഷം ലേലം വിളി ഏറ്റെടുത്തു. കാമറൂൺ ഗ്രീനിനായി എത്ര പണം വേണമെങ്കിലും മുടക്കാൻ ടീമുകൾ തയ്യാറാണെങ്കിലും പരമാവധി 18 കോടി രൂപ മാത്രമേ താരത്തിന് വേതനമായി ലഭിക്കൂ. IPL-ലെ മാക്സിമം ഫീ നിയമമാണ് ഇതിന് കാരണം. ഇതുപ്രകാരം മിനി ലേലത്തിൽ പങ്കെടുക്കുന്ന വിദേശ താരങ്ങളുടെ പരമാവധി വേതനം റിട്ടൻഷൻ സ്ലാബായ 18 കോടി രൂപയാണ്. ബാക്കി തുക BCCIക്ക് കൈമാറും. ശ്രീലങ്കൻ പേസ് ബോളർ മതീഷ പതിരണയെയും 18 കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സ്പിന്നർ രവി ബിഷ്ണോയിയെ 7.2 കോടിക്ക് രാജസ്ഥാൻ റോയൽസും വിളിച്ചു. എന്തായാലും ലേലം തുടരുകയാണ്. പ്രിയപ്പെട്ട താരങ്ങളെ ആരൊക്കെ സ്വന്തമാക്കുന്നു എന്നതറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ടാകും. തുടർന്നുള്ള ബുള്ളറ്റിനുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ കാണാം. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.